നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യങ്ങളിലൊന്നായ ഭൂട്ടാൻ സേനയ്ക്ക് സഹായവും പരിശീലനവും നൽകുന്നത് ഇന്ത്യയാണെന്ന്? ഹിമാലയൻ പർവ്വതനിരകളുടെ നിഗൂഢ സൗന്ദര്യത്തിൽ ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സന്തോഷത്തെ ദേശീയ വരുമാനമായി കണക്കാക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഭൂട്ടാൻ. ഇടിമുഴങ്ങുന്ന ഡ്രാഗന്റെ നാട് അഥവാ ലാൻഡ് ഓഫ് ദി തണ്ടർ ഡ്രാഗൺ, ഡ്രൂക്ക് യൂൽ എന്നറിയപ്പെടുന്ന ഈ ബുദ്ധമത രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അതിന്റെ സമാധാനപരമായ പ്രകൃതം പോലെ തന്നെ ശ്രദ്ധേയമാണ്. ചൈനയും ഇന്ത്യയും പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾക്കിടയിൽ ഒരു ബഫർ രാജ്യമായി നിലകൊള്ളുമ്പോൾ ഭൂട്ടാന്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പൊതുവെ അധികം ചർച്ച ചെയ്യപ്പെടാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നേവിയോ എയർഫോഴ്സോ ഇല്ലാത്ത ഒരു രാജ്യം. ഇന്ന് ലോകരാജ്യങ്ങൾ സൈനിക ശേഷിയിൽ മത്സരിക്കുമ്പോൾ ആധുനിക യുദ്ധത്തിന്റെ സങ്കീർണതകളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കുന്ന ഒരു പ്രതിരോധ സമീപനം ഭൂട്ടാൻ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ സുരക്ഷാ നയം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഭൂട്ടാന്റെ ഭൗമരാഷ്ട്രപരമായ സാഹചര്യങ്ങളുടെയും ചരിത്രപരമായ ബന്ധങ്ങളുടെയും ഒരു സങ്കീർണമായ മിശ്രിതമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യങ്ങളിലൊന്നായ റോയൽ ഭൂട്ടാൻ ആർമിയുടെ കഥയാണിത്. ഇത് വെറുമൊരു സൈന്യത്തിന്റെ കഥയല്ല, മറിച്ച് വിഭവങ്ങൾ പരിമിതമായിരിക്കുമ്പോൾ ഒരു രാജ്യം എങ്ങനെ അതിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുന്നു എന്നതിന്റെ പാഠമാണ്. ഭൂട്ടാന്റെ പ്രതിരോധ സമീപനം രൂപപ്പെട്ടത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെ ആശ്രയിച്ചാണ്. കടൽ തീരമില്ലാത്ത ഒരു രാജ്യം എന്ന നിലയിൽ സ്വാഭാവികമായും ഭൂട്ടാന് ഒരു നാവികസേനയുടെ ആവശ്യമില്ല. കരയാൽ ചുറ്റപ്പെട്ടതിനാൽ അതിന്റെ പ്രതിരോധം പൂർണ്ണമായും കരസേനയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഭൂട്ടാനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അയൽക്കാരാണ്. ഏഷ്യൻ വൻ ശക്തികളായ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ തന്ത്രപരമായ ഒരു ബഫർ സോൺ എന്ന നിലയിൽ ഭൂട്ടാൻ വലിയ പ്രാധാന്യമർഹിക്കുന്നു. വടക്ക് ചൈനയുടെ വിശാലമായ ടിബറ്റ് പീഠഭൂമിയാലും തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളാലും ചുറ്റപ്പെട്ട ഈ രാജ്യം സമാധാനത്തിന്റെ പാലം എന്നതിലുപരി ഭൗമരാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ചൈനയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നതും പ്രത്യേകിച്ചും ഡോക്ലാം പോലെയുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലെ ഭീഷണിയും 1950കളിലെ ടിബറ്റൻ സംഭവ വികാസങ്ങളിൽ ഉണ്ടായ ആശങ്കയും ഭൂട്ടാനെ സ്വന്തമായി ഒരു സൈനിക ശേഷി കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ചരിത്രപരമായും സാംസ്കാരികമായും സാമ്പത്തികപരമായും ഭൂട്ടാൻ ഇന്ത്യയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട്. 1949ലെ ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദ ഉടമ്പടി ഭൂട്ടാന്റെ വിദേശ നയത്തിലും പ്രതിരോധ കാര്യങ്ങളിലും ഇന്ത്യക്കൊരു പ്രത്യേക സ്ഥാനം നൽകി. ഈ അടുത്ത ബന്ധമാണ് ഭൂട്ടാന്റെ പ്രതിരോധ നയത്തിന്റെ നട്ടെല്ലായി വർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു വലിയ സൈന്യത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായി പ്രായോഗികമല്ല. കൂടാതെ ചൈന പോലെയുള്ള ഒരു ശക്തിയെ നേരിടാൻ സ്വന്തം സൈന്യം മാത്രം മതിയാകില്ല എന്ന യാഥാർത്ഥ്യബോധം ഭൂട്ടാനുണ്ട്. അതിനാൽ അവരുടെ പ്രതിരോധ നയം ചെറുതും എന്നാൽ ശക്തമായതുമായ ഒരു സേന എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം അതിർത്തി കാക്കുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി ഇന്ത്യൻ സൈന്യവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഭൂട്ടാന്റെ സൈന്യം പ്രധാനമായും റോയൽ ഭൂട്ടാൻ ആർമി മാത്രമാണ്. മറ്റ് രാജ്യങ്ങളിലെ പോലെ പലവിധ സൈനിക വിഭാഗങ്ങൾ ഭൂട്ടാനില്ല. എല്ലാം കരസേനയ്ക്ക് കീഴിൽ ഒതുങ്ങുന്നു. റോയൽ ഭൂട്ടാൻ ആർമിയുടെ പ്രധാന ദൗത്യം ഭൂട്ടാന്റെ കര അതിർത്തികളിൽ നിന്നും ദേശീയ പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നതാണ്. ഏകദേശം 16,000-ലധികം സജീവ സൈനികരുള്ള ഈ സേന ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യങ്ങളിലൊന്ന്. ഇവരുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും 3 തലങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി അതിർത്തി സംരക്ഷണം. ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിലെ നിരീക്ഷണവും ഇന്ത്യൻ അതിർത്തിയിലെ സുരക്ഷാ സഹായവുമാണ് ഇതിൽ പ്രധാനം. രണ്ടാമതായി ആഭ്യന്തര സുരക്ഷ. പ്രകൃതി ദുരന്തങ്ങൾ, കലാപങ്ങൾ, നിയമപാലനത്തിൽ റോയൽ ഭൂട്ടാൻ പോലീസിന് സഹായം നൽകൽ തുടങ്ങിയ ആഭ്യന്തര കാര്യങ്ങളിലും സൈന്യം സജീവമാണ്. മൂന്നാമതായി സൈനികരെ കേവലം യോദ്ധാക്കൾ എന്നതിലുപരി രാജ്യത്തിന്റെ നിർമ്മാതാക്കളായി കണക്കാക്കുന്ന സമീപനത്തിന്റെ ഭാഗമായി റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ ദേശീയ വികസന പദ്ധതികളിലും RBA പ്രധാന പങ്ക് വഹിക്കുന്നു. ഭൂട്ടാനിലെ രാജാവായ ഡ്രൂക്ക് ഗ്യാൽപോ ആണ് റോയൽ ഭൂട്ടാൻ ആർമിയുടെ സർവ്വസൈന്യാധിപൻ. ഭൂട്ടാനിലെ രാജകുടുംബത്തിന് രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള അത്യധികം ബഹുമാനവും ആദരവും സൈന്യത്തിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. രാജാവിന്റെ ഉത്തരവുകൾ ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. ഇത് സേനയിൽ ദൃഢമായ ഐക്യവും അച്ചടക്കവും നിലനിർത്താൻ സഹായിക്കുന്നു. ചെറുതാണെങ്കിലും RBAക്ക് കീഴിൽ 2 പ്രധാന പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് റോയൽ ബോഡിഗാർഡ് ഓഫ് ഭൂട്ടാൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്രത്യേക വിഭാഗം ഭൂട്ടാൻ രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും സംരക്ഷണം ഉറപ്പുവരുത്താൻ മാത്രമായി രൂപീകരിക്കപ്പെട്ടതാണ്. RBAയിലെ ഏറ്റവും മികച്ചതും സമർത്ഥരുമായ സൈനികരെയാണ് RBGയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ പരിശീലനം അതീവ കഠിനമാണ്.
കൂടാതെ രാജകീയ ചുമതലകളായതിനാൽ ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണലിസവും വിശ്വാസ്യതയും അവർക്ക് നിർബന്ധമാണ്. രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൻ്റെ പ്രതീകമായ രാജകുടുംബത്തിൻ്റെ സുരക്ഷ രാജ്യസുരക്ഷയുടെ തന്നെ ഒരു പ്രധാന ഭാഗമാണ്. അടുത്തത് റോയൽ ഭൂട്ടാൻ പോലീസ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റോയൽ ഭൂട്ടാൻ പോലീസ് കരസേനയുടെ ഭാഗമല്ലെങ്കിലും ഭൂട്ടാൻ സൈന്യത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. RBPയുടെ പ്രധാന ദൗത്യം നിയമപാലനം തന്നെയാണ്. RBPക്ക് കരസേനയുമായി അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴും പരിശീലനം ലഭിച്ച RBA അംഗങ്ങളെ പോലീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടാറുമുണ്ട്. ഇത് പോലീസിന് സൈനിക പരിശീലനവും അച്ചടക്കവും നേടാൻ സഹായിക്കുന്നു. ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് വലിയ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ വിപുലമായ കലാപങ്ങൾ, ആ സമയത്ത് റോയൽ ഭൂട്ടാൻ പോലീസിന് സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ സഹായത്തിനായി കരസേന രംഗത്തിറങ്ങും. ഇത് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ സൈന്യത്തിന് ഒരു ബാക്കപ്പ് റോൾ നൽകുന്നു. ഭൂട്ടാന്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്ന് ഒരു വ്യോമസേനയുടെ അഭാവമാണ്. വ്യോമമേഖലയിലെ പ്രതിരോധം ആധുനിക യുദ്ധത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഈ കാലഘട്ടത്തിൽ ഭൂട്ടാൻ ഈ കുറവ് എങ്ങനെ നികത്തുന്നു? ഹിമാലയൻ പർവ്വതനിരകളിൽ ചുറ്റപ്പെട്ട ഭൂട്ടാന്റെ ഭൂപ്രകൃതി വ്യോമ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉയർന്ന മലനിരകളും വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ദുഷ്കരമാക്കുന്നു. വലിയ വ്യോമത്താവളങ്ങൾ സ്ഥാപിക്കാൻ രാജ്യത്ത് പരന്ന ഭൂപ്രദേശം പരിമിതമാണ്. വ്യോമസേനയുടെ അഭാവം ഭൂട്ടാൻ നികത്തുന്നത് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളിലൂടെയാണ്. ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദ ഉടമ്പടി പ്രകാരം ഭൂട്ടാന്റെ വ്യോമമേഖല സംരക്ഷിക്കാനുള്ള അനൗദ്യോഗിക ഉത്തരവാദിത്തം ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട്. തന്ത്രപരമായി പ്രധാനപ്പെട്ട സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്താണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തങ്ങളുടെ കിഴക്കൻ കമാൻഡിന് കീഴിലുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് ഭൂട്ടാന്റെ വ്യോമമേഖലയിൽ വേഗത്തിൽ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ ഈ വ്യോമ പിന്തുണ ഇരു രാജ്യങ്ങൾക്കും നിർണായക സൈനിക സഹകരണമാണ് നൽകുന്നത്. പൂർണ്ണമായ ഒരു വ്യോമസേനയുടെ അഭാവത്തിലും ഭൂട്ടാന് പരിമിതമായ വ്യോമയാന ശേഷി നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. റോയൽ ഭൂട്ടാൻ പോലീസിന്റെ വിംഗ് ഹെലികോപ്റ്ററുകൾ ആണ് ഈ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവയുടെ പ്രധാന ദൗത്യങ്ങൾ VVIP യാത്രകൾ സുഗമമാക്കുക, പ്രകൃതി ദുരന്ത രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും അവശ്യ സാധന സാമഗ്രികൾ എത്തിക്കുകയും ചെയ്യുക, കൂടാതെ അതിർത്തി നിരീക്ഷണത്തിൽ കരസേനയ്ക്ക് സഹായം നൽകുക എന്നിവയാണ്. ഈ സംവിധാനം രാജ്യത്തിൻ്റെ സുരക്ഷാ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നില്ലെങ്കിൽ പോലും അടിയന്തര ആവശ്യങ്ങൾക്കും ലോജിസ്റ്റിക്സ് പിന്തുണയ്ക്കും വലിയ സഹായകരമാണ്. ഭൂട്ടാൻ സൈന്യത്തിൻ്റെ ചരിത്രവും ഭാവിയും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ കഴിയില്ല. ഇന്ത്യ നൽകുന്ന സഹായം കേവലം സാമ്പത്തികമോ സൈനികമോ മാത്രമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെ ആണിക്കല്ലാണ്. ഭൂട്ടാൻ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിലും ശേഷിയുള്ളതാക്കുന്നതിലും ഇന്ത്യ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭൂട്ടാനിൽ ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക പരിശീലന വിങ്ങും സൗകര്യങ്ങളും. ഒരു ഇന്ത്യൻ ബ്രിഗേഡിയറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശീലന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഭൂട്ടാൻ സൈന്യത്തിൻ്റെ അടിസ്ഥാന പരിശീലനം മുതൽ കമാൻഡോ ഓപ്പറേഷനുകൾ വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കൂടാതെ ഈ പരിശീലന സംവിധാനത്തിൻ്റെ കമാൻഡർ കൂടിയായ ഇന്ത്യൻ ബ്രിഗേഡിയർക്ക് ഭൂട്ടാൻ രാജാവിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന അധിക ചുമതല കൂടിയുണ്ട്. ഈ പദവി പ്രതിരോധപരമായ കാര്യങ്ങളിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും വൈദഗ്ധ്യവും ഭൂട്ടാൻ ഭരണകൂടത്തിന് നേരിട്ട് ലഭ്യമാക്കുകയും അതുവഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി തന്ത്രപരമായ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഭൂട്ടാനിലെ പരിശീലന കേന്ദ്രങ്ങൾ കൂടാതെ ഇന്ത്യൻ സൈനിക അക്കാദമികളിലും ഭൂട്ടാനീസ് സൈനികർക്ക് പരിശീലനം ലഭിക്കുന്നത് പതിവാണ്. ഓഫീസർ റാങ്കിലുള്ള സൈനികർക്ക് ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലും തന്ത്രപരമായ കോഴ്സുകളിലും പരിശീലനം ലഭിക്കുന്നു. ഈ സഹകരണം റോയൽ ഭൂട്ടാൻ ആർമിക്ക് ആധുനിക യുദ്ധമുറകളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നൽകുകയും ചെയ്യുന്നു. ഇത് ലോകോത്തര നിലവാരമുള്ള ഒരു ചെറിയ സേനയെ കെട്ടിപ്പടുക്കാൻ ഭൂട്ടാനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയാണ് ഭൂട്ടാൻ സൈന്യത്തിൻ്റെ ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും പ്രധാന വിതരണക്കാർ. ചെറുകിട ആയുധങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ എല്ലാം ലഭ്യതയും സാങ്കേതിക സഹായവും ഇന്ത്യ ഉറപ്പാക്കുന്നു. ഇത് ആയുധ ലഭ്യതയിൽ വെല്ലുവിളികൾ ലഘൂകരിക്കുന്നുണ്ട്. ലോകത്തിലെ മറ്റ് സൈന്യങ്ങളിൽ നിന്ന് RBAയെ വേർതിരിച്ച് നിർത്തുന്ന ചില പ്രധാന പ്രത്യേകതകളുണ്ട്. ഇത് ഭൂട്ടാന്റെ തനതായ സംസ്കാരത്തെയും തത്വങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഭൂട്ടാനിലെ സൈനിക സേവനം നിർബന്ധമല്ല. ഇത് പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തനമാണ്. ഒരു ചെറിയ രാജ്യത്ത് രാജ്യസ്നേഹവും രാജകുടുംബത്തോടുള്ള കൂറും യുവാക്കളെ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നു. സന്നദ്ധ സൈന്യമായതിനാൽ സൈനികരുടെ തെരഞ്ഞെടുപ്പ് അവരുടെ കഴിവിൻ്റെയും താൽപ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇത് സൈന്യത്തിൽ ചേരുന്ന ഓരോ വ്യക്തിയും ഉയർന്ന മനോവീര്യമുള്ളവരും
രാജ്യത്തിനായി സ്വയം സമർപ്പിക്കാൻ തയ്യാറായുള്ളവരുമാണെന്ന് ഉറപ്പാക്കുന്നു. ഭൂട്ടാൻ ഒരു ചെറിയ രാജ്യമായതിനാൽ പ്രതിരോധപരമായ കാര്യങ്ങളിൽ പോലും മറ്റ് രാജ്യങ്ങളെപ്പോലെ വലിയ തോതിലുള്ള രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കുറവാണ്. അതിനാൽ തന്നെ അതീവ രഹസ്യമുള്ള സുരക്ഷാ മേഖലകൾ ഇവിടെ താരതമ്യേന കുറവാണ്. സൈനിക കേന്ദ്രങ്ങൾ, ചെറിയ വിമാനത്താവളങ്ങൾ, മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതിൽ വലിയ നിയന്ത്രണങ്ങളില്ല. ഇത് സൈന്യവും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യവും അതുപോലെ തുറന്നതുമാണ്. കൂടാതെ സൈനികരെ ജനങ്ങളുടെ ഭാഗമായി കാണുകയും അവർ പല വികസന പ്രവർത്തനങ്ങളിലും പങ്കുചേരുകയും ചെയ്യും എന്നതിനാൽ ഭൂട്ടാൻ സൈന്യം ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു രഹസ്യ വിഭാഗമായി മാറുന്നില്ല. ഇത് റോയൽ ഭൂട്ടാൻ ആർമിയെ ഒരു ജനകീയ സൈന്യമാക്കി മാറ്റുന്നു. ഒരു ബുദ്ധമത രാജ്യമായ ഭൂട്ടാൻ അതിൻ്റെ സൈനിക ചിന്താഗതിയിൽ അഹിംസയുടെയും സമാധാനത്തിൻ്റെയും തത്വങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ റോയൽ ഭൂട്ടാൻ ആർമിയുടെ പരിശീലനം പ്രധാനമായും പ്രതിരോധത്തിൻ്റെയും സ്വയം സംരക്ഷണത്തിൻ്റെയും മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. ആക്രമണോത്സുകമായ വിദേശ ഇടപെടലുകളോ ലോകശക്തികളുടെ സൈനിക മത്സരങ്ങളോ ഭൂട്ടാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇതവരുടെ പ്രതിരോധ നയം സമാധാനപരമാണെന്ന് സൂചിപ്പിക്കുന്നു. ഭൂട്ടാൻ സൈന്യം ചെറുതും എന്നാൽ കാര്യക്ഷമതയുള്ളതാണെങ്കിലും ഈ കൊച്ചു രാജ്യം പ്രതിരോധ മേഖലയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 2017 ഡോക്ലാം പ്രതിസന്ധി ഭൂട്ടാന്റെ അതിർത്തികളിലെ ഭൗമരാഷ്ട്രീയപരമായ ദുർബലത വ്യക്തമായി വെളിപ്പെടുത്തുന്ന സംഭവമായിരുന്നു. തന്ത്രപരമായി ഭൂട്ടാന്റെ ഭാഗമായ ഡോക്ലാമിൽ ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ ഭൂട്ടാന്റെ സുരക്ഷാ ഉടമ്പടി പ്രകാരം ഇന്ത്യ ഇടപെടുകയായിരുന്നു. ഈ സംഭവം നൽകുന്ന സുപ്രധാനമായ പാഠം ഇതാണ്: ഭൂട്ടാന് സ്വന്തം അതിർത്തികൾ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഇന്ത്യയുടെ സഹായം തേടേണ്ടി വരും. അതിനാൽ രാജ്യത്തിൻ്റെ പ്രതിരോധ നയരൂപീകരണത്തിൽ സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഈ പ്രതിസന്ധി വിരൽ ചൂണ്ടുന്നത്. ചെറിയ സൈന്യം മതി എന്ന് തീരുമാനിക്കുമ്പോഴും ഉള്ള സൈന്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്തേണ്ടതുണ്ട്. ആധുനിക ആയുധങ്ങളും പരിശീലനവും സാങ്കേതിക വിദ്യയും, അതായത് സൈബർ സുരക്ഷയുൾപ്പെടെ നിലനിർത്തുന്നത് സാമ്പത്തികമായി ഭൂട്ടാന് വലിയ വെല്ലുവിളിയാണ്. രാജ്യത്തിൻ്റെ ദേശീയ ബജറ്റിൻ്റെ ഒരു വലിയ ഭാഗം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുമ്പോൾ സൈനിക ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ സഹായം ഭൂട്ടാന് അത്യന്താപേക്ഷിതമാണെങ്കിലും രാജ്യം അതിൻ്റെ സ്വയം പര്യാപ്തതയും അന്താരാഷ്ട്ര അംഗീകാരവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഭൂട്ടാൻ ചൈനയുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഈ ചർച്ചകൾ തന്ത്രപരമായ കാര്യങ്ങളിൽ ഇന്ത്യയുടെ മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ ഭൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാന സൂചനയായി കണക്കാക്കാവുന്നതാണ്. സ്വന്തമായി നേവിയും എയർഫോഴ്സും ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യങ്ങളിലൊന്നിനെ നിലനിർത്തുന്ന ഭൂട്ടാൻ പ്രതിരോധ മേഖലയിൽ ഒരു അദ്വിതീയ മാതൃകയാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ തന്ത്രം ലളിതമാണ്, എന്നാൽ ശക്തവുമാണ്. വൻ ശക്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം തന്ത്രപരമായ സൗഹൃദങ്ങളിലൂടെയും, അതായത് ഇന്ത്യയുമായുള്ള ബന്ധം, നയതന്ത്ര ബന്ധങ്ങളിലൂടെയും, അതായത് ചൈനയുമായുള്ള ബന്ധം, സ്വന്തം പരമാധികാരം സംരക്ഷിക്കുക. റോയൽ ഭൂട്ടാൻ ആർമി കേവലം ഒരു സൈന്യമല്ല, അത് ഭൂട്ടാന്റെ ദേശീയ മനോവീര്യത്തിൻ്റെയും രാജകീയ കൂറിൻ്റെയും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നയതന്ത്രത്തിൻ്റെയും പ്രതീകമാണ്. ഒരു ബഫർ രാജ്യമായി നിലനിൽക്കുമ്പോഴും സ്വന്തം സംസ്കാരത്തെയും സമാധാനപരമായ തത്വങ്ങളെയും മുറുകെ പിടിക്കാൻ അവർ ശ്രമിക്കുന്നു. ഭൂട്ടാന്റെ നിലവിലെ പ്രതിരോധ നയം ശക്തമാണ്. എന്നാൽ ചൈനയുടെ വളരുന്ന സ്വാധീനവും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയപരമായ മത്സരങ്ങളും ഭാവിയിൽ ഭൂട്ടാന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തും. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: ഭൂട്ടാൻ ലോകത്തിന് നൽകുന്ന പാഠം ഇതാണ്. സൈനിക ശക്തിയുടെ വലിപ്പത്തിലല്ല, മറിച്ച് രാജ്യസ്നേഹത്തിൻ്റെ ആഴത്തിലും തന്ത്രപരമായ ബുദ്ധിയിലും നിശബ്ദമായ ദൃഢനിശ്ചയത്തിലുമാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രതിരോധ ശേഷി കുടികൊള്ളുന്നത്. ഭൂട്ടാന്റെ ഈ സമാധാനപരമായ നിലനിൽപ്പ് എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്ന് കണ്ടറിയണം. ഹിമാലയൻ പർവ്വതനിരകൾ പോലെ അവരുടെ പ്രതിരോധ നയം ദൃഢമായി നിലകൊള്ളുമോ? കാലമാണ് അതിനുള്ള ഉത്തരം നൽകേണ്ടത്.